രാവിലെ എണീറ്റപ്പോൾ മുതൽ ഞാൻ കരയാൻ തുടങ്ങിയതാണ്. എനിക്ക് തലവേദന, തുമ്മൽ എന്നെല്ലാം പറഞ്ഞാൽ അങ്ങനത്തെ തുമ്മൽ, കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിക്കൊണ്ട് നിൽക്കുമായിരുന്നു. എന്നാണെങ്കിലും ഇന്ന് ഞാൻ ചിക്കൻ ഫ്രോസ് ചെയ്തത് എങ്ങനെ വീട്ടിൽ നിന്നാക്കാന്നുള്ള കാര്യം നോക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ചിക്കൻ വാങ്ങാൻ പോയി. അങ്ങനെ ചിക്കൻ വാങ്ങിയിട്ട് വേഗം തിരിച്ച് ഓട്ടോറിക്ഷയിൽ വീട്ടിലെത്തി. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ. പിള്ളേരെ ബാക്കി ഐസ്ക്രീമും കഴിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ചിക്കൻ വൃത്തിയാക്കിയതെല്ലാം നമ്മൾ ഇനി ഫ്രോസൺ ചിക്കൻ ടെൻഡേഴ്സ് വീട്ടിൽ നിന്നാക്കാം. ടെൻഡേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചിക്കൻ്റെ ചെസ്റ്റ് പീസ് നമ്മൾ എടുത്തിട്ട് അത് നീളത്തിൽ എല്ലില്ലാത്ത ഭാഗം മുറിച്ചെടുക്കുക. അത് നമ്മൾ ഈ ക്രിസ്പി ചിക്കണില്ലേ അങ്ങനെ ആക്കിയിട്ട് കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. 1 മാസത്തോളം നമുക്ക് എടുക്കാൻ പറ്റും അടിപൊളിയായിട്ട്. പുറത്ത് പോയിട്ട് വാങ്ങിക്കുന്നില്ലേ, അതിന് പകരം നമുക്ക് വീട്ടിൽ നിന്നാക്കാം. നഗറ്റ്സ് വാങ്ങിക്കുന്നില്ലേ ഫ്രോസൺ ചെയ്തിട്ടുള്ള, അതിന് പകരം വീട്ടിൽ നിന്നാക്കാം. അപ്പോൾ ഇതുപോലെ എല്ലില്ലാത്ത ചിക്കൻ പീസ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മളെ പണി. അടുത്തത് നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടത്. ഉപ്പ്, കുരുമുളക് പൊടി, ഗാർലിക് പൊടി, കുറച്ച് ചെറുനാരങ്ങ നീരും കൂടിയിട്ട് ഇതിൻ്റെ അകത്ത് ആക്കുന്നുണ്ട്. മുളക് പൊടി ആക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് 30 മിനിറ്റ് നമുക്കത് അവിടെ അടച്ച് വെക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയാലും മതി ഗാർലിക് പൊടിക്ക് പകരം. അരമണിക്കൂർ കഴിഞ്ഞിട്ട് മൈദപ്പൊടിയും കോൺഫ്ലവറും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. കുറച്ച് കളറും കൂടി ആയിക്കോട്ടെ വെച്ചിട്ട് കുറച്ച് മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. കളറ് മാത്രമല്ല കുറച്ച് എരിവും കൂടി വേണ്ടേ. അപ്പോൾ എല്ലാം കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ ആക്കി വെച്ചിട്ടുള്ള ചിക്കനില്ലേ അത് നമ്മൾ ഇതിൻ്റെ അകത്ത് മൊത്തത്തിൽ കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം. എല്ലാം കോട്ട് ചെയ്യേണ്ടതൊക്കെ കുറച്ച് സമയം വേണം, അതാണ് മാറ്റി വെക്കാമെന്ന് പറഞ്ഞിനി. ഇതെല്ലാം കോട്ട് ചെയ്തിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ട് മുക്കി പൊരിക്കാൻ. ഇവിടെ ചിക്കൻ നഗറ്റ്സ് കിട്ടിയെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ചിക്കൻ ഫ്രോസൺ ചെയ്തത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് പൊരിച്ചിട്ട് ബ്രെഡിൻ്റെ ഇടയിലാക്കി സാൻഡ്വിച്ച് പോലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും മേടിക്കല്. ഇത് ചെയ്യുന്നതിൻ്റെ ഇടയിലെല്ലാം ഞാൻ തുമ്മിക്കൊണ്ട് നിൽക്കുന്നുണ്ട്, എനിക്കൊന്നും കഴിയുന്നുണ്ടായിട്ടില്ല. അങ്ങനെ അമ്മയാണ് ചിക്കൻ മൊത്തം പുരട്ടി വെക്കുന്നത്. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്, എനിക്ക് ഭയങ്കര മോശമായിരിക്കും, തലവേദന മാത്രമേ ഉണ്ടാവുള്ളൂ. തുമ്മലായിട്ട് തലവേദന ഇളകുന്നതാണ്. അത്രയും ഭാവിയാണെങ്കിൽ വീട്ടിൻ്റെ അകത്തു നിന്ന് തന്നെ ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ പെരക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇനി എണ്ണയിലിട്ടിട്ട് തിളച്ച എണ്ണയിലിട്ടിട്ട് നല്ലവണ്ണം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് പൊരിച്ചെടുക്കുമ്പോൾ തന്നെ ക്രിസ്പി ചിക്കൻ ആയി ശരിക്കും. കോൺഫ്ലെക്സിലെല്ലാം ചില ആൾക്കാർ മുക്കലുണ്ട്, അത് കോൺഫ്ലെക്സും മുട്ടയിലെല്ലാം മുക്കലുണ്ട്. നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് ഇങ്ങനെയാക്കുമ്പോൾ സേഫാണ്. 1 മാസത്തോളം നമുക്ക് നിൽക്കും. നല്ലോണം ഒരു ഭാഗം പൊരിഞ്ഞ ശേഷം തിരിച്ചിട്ടിട്ട് പൊരിക്കാം. അങ്ങനെ പൊരിച്ചെടുക്കുക എല്ലാം. നമ്മൾ ഈ ഒരു സാധനം ഫ്രോസൺ ചിക്കനില്ലേ പുറത്തുനിന്ന് ക്രിസ്പി ചിക്കനെല്ലാം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്രീസറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ള പാക്കറ്റായിട്ട് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ 400, 700 അത്രയെല്ലാം പൈസയുണ്ട്. ഇതിപ്പോൾ ഈ ചിക്കന് മൊത്തം നമുക്ക് 500 റുപ്യ ആവുള്ളൂ. നമുക്കിതുപോലെ പൊരിച്ച് വെക്കുകയും ചെയ്യാം, അത്രപ്പാട് കിട്ടുകയും ചെയ്യും. അങ്ങനെ പൊരിച്ചിട്ട് അതിൻ്റെ വെളിച്ചെണ്ണയെല്ലാം ഊറ്റി കളഞ്ഞിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിൽ നിരത്തിയിട്ട് വെക്കുന്നുണ്ട്, ഫാനും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലോണം ചൂട് പോകണം, അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ കഴിയൂ. ഇതുപോലെ പരത്തി വെക്കുന്നുണ്ട്. ഫുൾ ചൂടും പോയ ശേഷം ഫ്രീസറിൽ 2 മണിക്കൂർ ഇതുപോലെ തുറന്ന് വെക്കണം. 2 മണിക്കൂർ തുറന്ന് വെച്ച് കഴിഞ്ഞ ശേഷം നമുക്കൊരു സിപ്ലോപ്പ് കവറിലേക്ക് ഇതിട്ട് കൊടുക്കുക. എന്നിട്ട് കാറ്റെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയിൽ പാക്ക് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. 1 മാസം വരെ ഉപയോഗിക്കാം. അടിപൊളിയല്ലേ? ഈ ഇഫ്താറിന് നോമ്പ് കാലത്തെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഉപകാരമായിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആക്കി വെക്കലുണ്ടല്ലോ നോമ്പ് കാലത്ത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുക. ഷവർമയും റാപ്പും ബർഗറും എല്ലാം ഈ ഒരു സാധനത്തെ കൊണ്ട് നമുക്ക് ആക്കിയിട്ട് തിന്നും ചെയ്യാം. ഇനി ഇത് ഫ്രീസറിൽ വെക്കുക. ഇനി ആവശ്യത്തിന് എടുക്കുമ്പോഴത്തേക്ക് എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ആ തണുപ്പൊന്ന് പോയി കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം.